കട്ടിൽ വിതരണത്തെ ചൊല്ലി എരുമേലി പഞ്ചായത്തിൽ കോൺഗ്രസുകാർ തമ്മിലടിച്ചു. വയോധികർക്ക് നൽകുന്ന കട്ടിൽ വിതരണത്തിന്റെ പേരിലായിരുന്നു ഏറ്റുമുട്ടിയത്. മരണപ്പെട്ടയാളിന് പകരം മറ്റൊരാൾക്ക് കട്ടിൽ നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. സനോജുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സനോജ്, എന്താണ് ഉണ്ടായത്? കീർത്തി, 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരുമേലി പഞ്ചായത്ത് വയോധികർക്കായി 27 കട്ടിലുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഗുണഭോക്തൃ ലിസ്റ്റ് കണ്ടെത്തിയത്. ഇതിൽ ഈ കണ്ടെത്തിയ 27 പേരിൽ ഒരാൾ കട്ടിൽ വിതരണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ മരണപ്പെട്ട ആളിൻ്റെ കട്ടിൽ തൻ്റെ വേണ്ടപ്പെട്ട ആൾക്ക് വിതരണം ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ബിജു വഴിപ്പറമ്പിൽ രംഗത്ത് വരികയായിരുന്നു. ഇതിനെ ചൊല്ലി പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ലിസി സജിയും അവരുടെ ഭർത്താവും തമ്മിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി. ഈ വാക്കേറ്റമാണ് പിന്നീട് കയ്യാങ്കളിയിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, മുൻപ് നിരവധി തവണ പലതരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുള്ള ആളാണ് ഈ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ബിജു വഴിപ്പറമ്പിൽ. അദ്ദേഹവും കോൺഗ്രസ് പഞ്ചായത്ത് അംഗവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അതിരൂക്ഷമാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായപ്പോൾ എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും കൂടി എത്തിയാണ് ഈ പ്രശ്നം സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ വയോധികർക്ക് കട്ടിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവ വികാസം എരുമേലിയിൽ കോൺഗ്രസ്സുകാരുടെ തമ്മിലടിക്കാണ് വഴിവെച്ചിട്ടുള്ളത്. കീർത്തി. ശരി, സനോജാണ് ആ വിവരം.